ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അമ്മൂസ് വ്ലോഗ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ കുറേ നാളായിട്ട് അമ്പലത്തിലൊക്കെ പോയിട്ട് അപ്പോൾ ഞങ്ങളിങ്ങനെ വെക്കേഷനായിട്ട് പോകാമെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അവസാനം വെക്കേഷൻ ആയിക്കൊണ്ട് ഞങ്ങൾക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇനി നമ്മൾ എന്തായാലും പോകാമെന്ന് വിചാരിച്ച് നമ്മൾ ചോറ്റാനിക്കരയിലാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ നമ്മളൊരു 5:30 ആയപ്പോഴത്തേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങി. നമ്മളൊന്ന് സാധാരണ അമ്പലത്തിലൊക്കെ പോകുമ്പോൾ ഒന്നും കഴിക്കില്ലല്ലോ, അങ്ങനെ ഒന്നും കഴിക്കാതെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതേ പൊക്കോണ്ടിരിക്കുക. ഭയങ്കര ലോങ് ആണ്. ഞാൻ കുറേ നാളായി ഈ ലോങ് വീഡിയോക്കൊക്കെ വോയിസ് ഓവറൊക്കെ കൊടുത്തിട്ട്, അതുകൊണ്ട് എന്തൊക്കെ പറയണം, ഇങ്ങനെയൊക്കെ പറയണം എന്നൊക്കെ ഒരു ഐഡിയ ഇല്ല. നമുക്കിങ്ങനെ പറഞ്ഞോണ്ടിരിക്കുക ഇത് വേണ്ട എന്ത് പറയണം, ഒന്നും പറയാൻ കിട്ടാനുള്ള അങ്ങനത്തെ ഒരു ഇതാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ഭയങ്കര അത്യാവശ്യം ലോങ് ആണ് ഈ വീഡിയോ. ഷോർട്ട് വീഡിയോ ഒക്കെ ആക്കി എടുക്കാമെന്നൊക്കെ വിചാരിച്ചു, പക്ഷെ അങ്ങനെ പറ്റിയില്ല. പിന്നെ ലച്ചു കുറേ ഷോ ഒക്കെ കാണിക്കുന്നുണ്ട് അവിടെയൊക്കെ. അവളുടെ പുതിയ മാലയൊക്കെ കാണിച്ചാണത്, നിങ്ങളതൊന്നും ശ്രദ്ധിക്കണ്ട. അപ്പോൾ ഇത് ഭയങ്കര വെളുപ്പിനാണ്, അപ്പോൾ ഭയങ്കര ഇട്ടായതുകൊണ്ട് അങ്ങനെ വെട്ടമൊന്നുമില്ല. അതുകൊണ്ടാണ് ഈ ടോർച്ചൊക്കെ ഇട്ട് ഞാൻ ഇത്തിരി ക്യൂട്ട്നെസ് വാരി എറിഞ്ഞാണ്. അങ്ങനെ നമ്മൾ ഏകദേശം ഒന്ന് ആകാശമൊക്കെ ഒന്ന് തെളിഞ്ഞു തുടങ്ങി ഗൈസ്. നല്ല ഭംഗിയില്ല കാണാൻ. അപ്പോൾ ഞാൻ അവളുടെ അടുത്ത് എടുക്കാൻ പറഞ്ഞാണത്. അപ്പോൾ ഞാൻ കുറേ നാളായിട്ട് ഈ ഡ്രസ്സ് ഇട്ടിട്ട് ഈ ഫ്രോക്ക് അമ്മയൊക്കെ എപ്പോഴും പറയും ഒന്ന് ഇട്, ഇത് ചെറുതാവുന്നു, ഇപ്പോഴെങ്കിലും ഒന്ന് ഇടുന്നൊക്കെ പറയാം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് എന്തായാലും അമ്പലത്തിൽ പോകണത് ഇത് തന്നെ ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതങ്ങനെ ഈ വാരി എടുത്തിട്ടും എനിക്ക് ഇത് എനിക്ക് ഒരു ഡ്രസ്സ് എനിക്ക് കാണുമ്പോൾ എനിക്ക് ഇഷ്ടമായിരുന്നു. ഞാൻ ഇത് ഇടൂല എന്ന് പറഞ്ഞ് മാറ്റി വയ്ക്കും. കുറേ കഴിഞ്ഞ് എന്തെങ്കിലും പരിപാടിക്ക് ഇങ്ങനത്തെ ഇട്ട് കഴിഞ്ഞാൽ കൊള്ളാമെന്ന് തോന്നുമ്പോൾ അത് ഇടുമെങ്കിൽ അപ്പോൾ എനിക്ക് ആ ഡ്രസ്സ് ഭയങ്കരമായിട്ട് ഇഷ്ടമാവും. പിന്നെ ഇടയ്ക്ക് എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ അത് മാത്രമേ എനിക്ക് ഇടാനുണ്ടാവണം. അങ്ങനത്തെ ഒരു ഇതാണ്. എനിക്ക് ഇത് ഇട്ടേ പിന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ ഇടയ്ക്കൊക്കെ പോകുമ്പോൾ ഇടാമെന്നൊക്കെ പറഞ്ഞ് തീരുമാനിച്ചിരിക്കുക. നമ്മൾ അമ്പലത്തിൻ്റെ അവിടെ എത്തിയിട്ടോ. അതെ, അങ്ങനെ അമ്പലത്തിൻ്റെ അവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ പാർക്കിങ്ങിലേക്ക് കൊണ്ടുപോയി വണ്ടി അവിടെ പാർക്ക് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയിട്ട് നമ്മളെപ്പോഴും ചെരുപ്പ് കാറിൽ തന്നെ ഊരിയിടണേ. അപ്പോൾ കാറിൽ ഊരിയിട്ടിട്ട് നമ്മളിതേ നടന്നുകൊണ്ടിരിക്കുകയാണ്. പോയപ്പോൾ ആന ഉണ്ടായിരുന്നു, ഒരു ആന ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് ആനേനെ ഭയങ്കര പേടിയാണ് ഗൈസ്. അതുകൊണ്ടൊക്കെ തന്നെ നമ്മൾ കീഴ്ക്കാവിൽ തൊഴാൻ പോയപ്പോൾ സമയത്ത് അതിങ്ങനെ സ്റ്റെപ്പിൻ്റെ അവിടെ നിന്ന് ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നു ആന. ഞങ്ങൾ അവിടെ അനങ്ങാതെ മാറി ഇന്നും. അങ്ങനെ അത് അങ്ങനെ കണ്ടില്ല ഗൈസ് ആന. ഞാൻ ആനേനെ ആദ്യമായിട്ടാണ് ഇത്ര അടുത്ത് ആയിട്ട് കാണുന്നത്. അപ്പോൾ അത് നമ്മളൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ. നമ്മൾ സ്ഥലത്തും തൊഴുതു. നമുക്ക് അകത്തേറി ഭാഗ്യമുള്ളതുകൊണ്ട് അകത്തേറി തൊഴാൻ പറ്റി. നമ്മൾ അവിടെ നിന്ന് തൊഴുതൊക്കെ ഇറങ്ങിയിട്ട് നമ്മൾ ഇവിടെ നിന്ന് കുറച്ച് ഫോട്ടോ എടുത്തു. അപ്പോൾ ഫോട്ടോ ഒക്കെ എടുത്തതിന് നമ്മൾ എന്ത് ചെയ്തു വിചാരിച്ചു ഇതായാലും നല്ല വിശപ്പായിരുന്നു ഗൈസ്. നമ്മളൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നല്ലോ, നല്ല വിശപ്പുണ്ടായിരുന്നു. നമ്മൾ അവിടെയുള്ള എപ്പോഴും കയറുന്ന കടയിൽ കയറിയിട്ട് നമ്മൾ എപ്പോഴും അമ്പലത്തിലൊക്കെ പോയി വരുമ്പോൾ നമുക്ക് എപ്പോഴും ഇഷ്ടം മസാല ദോശ കഴിക്കാനാണല്ലോ. മസാല ദോശ കഴിച്ച് അച്ഛൻ പൂരി മസാലയാണ് കഴിച്ചത്. നമ്മളതൊക്കെ കഴിച്ച് ചെരുപ്പിട്ടിട്ട് നമ്മൾ എന്ത് ചെയ്തു നേരെ കാറിന് ചെരുപ്പിട്ടിട്ടാണല്ലോ നമ്മൾ പോയത്. അപ്പോൾ അതായത് നമ്മൾ കാറ് ഇട്ടേക്കണം അങ്ങോട്ട് നടന്നു വന്നിട്ട് അവിടെ നിന്ന് കാർ എടുത്ത് പോയി. പിന്നെ നമ്മൾ പോകാൻ വിചാരിച്ച എന്തായാലും ഇവിടെ നിന്ന് പോണ വഴിയാണല്ലോ നമ്മുടെ ആമയുടെ അമ്പലം പോണ വഴിയൊക്കെ തന്നെയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു എന്തായാലും അവിടെയും കൂടി കയറിയേക്കാം. കുറേ നാളായി അവിടേക്ക് ഒന്ന് പോയിട്ട്. അപ്പോൾ അവിടേക്ക് ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. നമ്മൾ എന്ത് ചെയ്തു നേരെ അമ്മയുടെയിൽ പോവാണ്. ഞാൻ എന്തൊക്കെയോ കിടന്ന് പറഞ്ഞുകൊണ്ടിരിക്കാം. അപ്പോൾ അത് ഭയങ്കര ലോങ് ആയി പോകുമെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ അതിൻ്റെ സൗണ്ടും കട്ട് ചെയ്തു, ഇത്തിരി ടൈം ലാപ്സിലാക്കിയിട്ടും. അപ്പോൾ ഞാൻ എന്തൊക്കെയോ കിടന്ന് പറയേണ്ടത് അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട. ഇപ്പോൾ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനത്തെ അമ്മയുടെ ആ സ്ഥലം എത്തിയിട്ടുണ്ട്. നമ്മൾ അവിടെ ഇട്ട് പാർക്ക് ചെയ്യാൻ വേണ്ടി അങ്ങോട്ട് കൊണ്ടുപോയി പാർക്ക് ചെയ്യാൻ അവിടെയുള്ള കായലൊക്കെ ഉള്ളത്. അങ്ങനെ വീണ്ടും ഞാൻ എന്തൊക്കെയാണ് കിടന്ന് പറയുന്നത് ആ സ്ഥലം എത്തി നമ്മൾ പാർക്ക് ചെയ്യാൻ പോവാണെന്നൊക്കെ ഉണ്ടോ പറഞ്ഞത്. ചെരുപ്പ് നമ്മൾ കാറിൽ തന്നെ ചെരുപ്പ് ഊരിയിട്ടു. എന്നിട്ട് വന്നു. ഇവിടെ അത്യാവശ്യം കുഴപ്പമില്ലാതെ തിരക്കുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നടന്നു. ഇത് ഞാൻ ചരിച്ചാണ് കേട്ടോ എടുത്തത്, അതാണ് ചരിഞ്ഞിരിക്കണേ. അപ്പോൾ നമ്മൾ അങ്ങനെ കുറച്ച് നേരം അവിടെ പുറത്ത് നിന്ന് നമ്മൾ അകത്തേക്ക് കയറി തൊഴുതു. അത് കഴിഞ്ഞ് നമ്മൾ ഇറങ്ങിയിട്ട് നമ്മൾ വിചാരിച്ചു അവിടെ കായൽ കുറച്ച് നേരം കണ്ടുനിൽക്കാൻ. നമ്മൾ ഒരു പ്രാവശ്യം വന്നപ്പോഴും ഇതേപോലെ കായലൊക്കെ നോക്കി അങ്ങനെ നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പ്രാവശ്യം കുറച്ച് നേരം ഭയങ്കര വെയിലെന്ന് വെച്ചാൽ ഭയങ്കര വെയിലായിരുന്നു. അപ്പോൾ ഭയങ്കര വെയിലായിരുന്നു ഇവിടെ. പിന്നെ അവിടെ നമ്മൾ അവിടുത്തെ സെക്യൂരിറ്റി ഇവിടെ പണ്ട് ഞങ്ങൾ ആദ്യം വന്ന സമയത്ത് ഇവിടെ ഒരു മാവ് ഉണ്ടായിരുന്നു, ഈ ചപ്പിക്കൂടിയ മാങ്ങയുടെ. അപ്പോൾ അതില്ലേ, അത് വെട്ടിക്കളഞ്ഞോ എന്നൊക്കെ ചോദിച്ച് സെക്യൂരിറ്റീൻ്റെ അടുത്ത് അച്ഛൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ പിന്നെ ചെരുപ്പെടുത്തൊന്ന് നിവർന്നാണ് ഗൈസ്. നല്ല ഇടി എനിക്ക് തലയുടെ ബാക്കിലിട്ട് കിട്ടി. പെട്ടെന്ന് ഇങ്ങനെ എണീറ്റാ ഭയങ്കര ഇടി കിട്ടി. പക്ഷേ കുറേ കഴിഞ്ഞപ്പോൾ ശരിയായി. അത് നമ്മളിതേ കണ്ടില്ലേ കായൽ കാണാൻ വേണ്ടി പോയിരുന്നു. ഒട്ടും ആഴില്ല കേട്ടോ ഗൈസ്, ഒരു തുള്ളി പോലെ ആഴില്ല. നമുക്ക് ഇറങ്ങി നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ മുട്ടിന്ന് താഴെ വരെ വെള്ളം ഉണ്ടാവില്ല, അത്ര ആഴം ഉണ്ടായിരുന്നുള്ളൂ. ദൂരേക്ക് കുറച്ചധികം ഉണ്ടായിരുന്നു. അവിടെ നോക്കിയപ്പോൾ ഒരു ചേച്ചി കക്ക വരുന്നുണ്ടായിരുന്നു. അത് ക്യാമറ സൂം ചെയ്ത് കാണിച്ചപ്പോൾ
ഒട്ടും ക്ലിയർ ആവണ്ടായിരുന്നു. പിന്നെ ഞാൻ ആ പോട്ടേന്ന് വെച്ചിട്ട് മാറ്റി. അപ്പോൾ ഇതാണ് എൻ്റെ ഡ്രസ്സ്. എന്താണ് ഇത് സെപ്പറേറ്റ് ആണ് ഈ കോട്ട്. ഇതിൻ്റെ ഒപ്പം തന്നെ കിട്ടിയതാണ്, പക്ഷേ ഇങ്ങനെ സെപ്പറേറ്റ്. അപ്പോൾ ഇതിങ്ങനെ തുറന്ന് വന്നുകൊണ്ട് ഞാൻ അവിടെ പിന്നു കുത്തി വെച്ചേക്കാണ് ഗൈസ്. എനിക്ക് ഈ ഡ്രസ്സ് ഇപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, എന്ത് പറയാനാ. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് അമ്പലത്തിൽ നിന്ന് കുറേ അങ്ങനെ അധികം നേരം നമ്മളവിടെ ഇന്നില്ല, ഭയങ്കര വെയിലല്ലേ. നമ്മൾ പിന്നെ ലോട്ടറി ജയിച്ചു വന്നായിരുന്നു. ലോട്ടറി നമുക്ക് ആ ചേച്ചി ലോട്ടറി എടുത്തിട്ട് നമ്മൾ തിരിച്ചു പോന്നു. ഇപ്പോൾ വണ്ടി കയറിയിട്ട് കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് സമാധാനമായി. വെള്ളമൊക്കെ കുടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ നേരെ പോകണ വഴി അച്ഛൻ്റെ ഒരു കൂട്ടാനുണ്ട്. കൂട്ടാൻ്റെ വീട് അവിടെ അടുത്താണ്. അപ്പോൾ നമ്മൾ അവിടെ ഒന്ന് കയറിയിട്ട് പോകുന്നത് വെച്ചാൽ അവിടെയൊക്കെ കയറി കുറച്ച് പോയാൽ മതി. ഇപ്പോൾ എന്തായാലും എന്താണ് ഞങ്ങൾ ഒരു പ്രാവശ്യം അവിടെ പോയിട്ടുണ്ട്. ഇപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് കൂട്ടാൻ്റെ വീട്ടിൽ പോകുന്നത്. കണ്ടില്ലേ, ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് നേരം ജ്യൂസൊക്കെ കുടിച്ച് കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങിയിട്ടത്. ഇതാണ് കേട്ടോ കാറ്. ഇത് കുഞ്ഞി കാറായതുകൊണ്ട് എൻ്റെ തല ഇടിച്ചത്. അപ്പം എന്തായാലും നമ്മളങ്ങനെ കറി കയറിയിട്ട് നമ്മൾ തിരിച്ച് പിന്നെ പോയത് നമ്മൾ തറവാട്ടിലേക്കാണ്, മുത്തേൻ്റെ വീട്ടിലേക്കാണ് പോയത്. നമുക്ക് അവിടെ നിന്ന് ഹോൾസെയിൽ കടയിൽ നിന്നും പിന്നെ പച്ചക്കറി കടയിൽ നിന്നൊക്കെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. ഞാൻ അമ്മയും കൂടി അമ്പലത്തിൻ്റെ അവിടെ ഇറങ്ങിയിട്ട് ഞങ്ങൾ കടയിലേക്ക് പോയിട്ട് ലച്ചും അച്ഛനും കൂടി നേരെ മുത്തേൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് ചെയ്തത്. അങ്ങനെ എന്ത് ചെയ്തു, ഞാൻ ഇൻട്രോ വീഡിയോ ലാസ്റ്റത്തെ വീഡിയോ എടുക്കാൻ വേണ്ടി മറന്നുപോയി. അതുകൊണ്ട് പിന്നെ എങ്ങനെ പറയുന്നൊന്നും എനിക്കൊരു നിശ്ചയമല്ല ഗൈസ്. നമ്മൾ അങ്ങനെ അവരങ്ങനെ പോയി. പിന്നെ ഞങ്ങൾ സാധനങ്ങളൊക്കെ വെച്ച് നേരെ മുത്തേൻ്റെ വീട്ടിലേക്ക് പോയി കുറച്ച് നേരമൊക്കെ ഇരുന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു തിരിച്ച് വീണ്ടും നമ്മൾ വീട്ടിലേക്ക് പോകുന്നു. എനിക്കാണെങ്കിൽ വെളുപ്പിനൊക്കെ എണീറ്റല്ലേ, അപ്പോൾ അതുകൊണ്ട് ഭയങ്കരമായിട്ട് ഉറക്കം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ വണ്ടി കിടന്നിങ്ങനെ ഒടിഞ്ഞു കുത്തി അങ്ങനെ ഇരിക്കുകയാണ് ഗൈസ്. അതാണ് എനിക്കൊരു ഉഷാറില്ലാത്തത്. അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ എന്താണ് നമ്മൾ ഉറക്കം വരുമ്പോൾ പിന്നെ നമ്മൾ കാറ് ഇവിടെയൊന്നും നോക്കില്ല, നമ്മൾ കിടന്നുറങ്ങുമല്ലോ. അത് കഴിഞ്ഞ് ഞാൻ കുറേ നേരം എന്താണ് അങ്ങനെ വെറുതെ ഇരുന്നു. വേറെ ഞാൻ ഇരുന്നു. അത് കഴിഞ്ഞ് പോകുന്ന ഒരു ഗേറ്റഡ് കിട്ടി ഗൈസ്. എപ്പോഴും എനിക്ക് കിട്ടുന്ന ഗേറ്റഡ് എന്ത് പറയാനൊക്കെ കണ്ടില്ല. ഞാൻ ചെടി കിടക്കുന്നത് അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. നമ്മൾ ഈ ഇതിലൊഴിക്കാൻ ലിക്വിഡ് മണത്തൊക്കെയാണ് ഗൈസ്. ഒരു വൃത്തിയേട്ട മണമായിരുന്നു. നല്ല മണമെന്ന് വെച്ചാൽ വാങ്ങി, പക്ഷേ ഒരു വൃത്തിയേട്ട മണമായിരുന്നു. പാലും പിന്നെ കുറേ സാധനങ്ങളുണ്ട്, കണ്ടില്ല ഗൈസ്. ഇതാണ് സാധനം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഒത്തുള്ളപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ നമ്മൾ എന്ത് ചെയ്തു, നേരെ നമ്മൾ വീട്ടിലേക്ക് പോയി. നമ്മൾ അരൂര് വീട്ടിലേക്ക് പോയി ഗൈസ്. അത്രേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഇത്രയുള്ള കേസ്. ഇനി വേറെ എനിക്കൊന്നും അങ്ങനെ പറയാനായിട്ടൊന്നും ഇല്ല. കണ്ടില്ലേ, നിറച്ച് സാധനങ്ങളാണ് നമ്മുടെ ബാഗിൽ. എന്തായാലും നമുക്ക് പോണ വഴിയും ഗേറ്റഡ് കിട്ടി. മുത്തേൻ്റെ വീട്ടിലേക്ക് പോണ വഴിയും ഗേറ്റഡ് കിട്ടി. മുത്തേൻ്റെ വീട്ടിൽ നിന്ന് വന്ന വഴിയും ഗേറ്റഡ് കിട്ടിയായിരുന്നു. പക്ഷേ ചെന്നപ്പോൾ തന്നെ തുറക്കായിരുന്നു. 2 പ്രാവശ്യം അങ്ങനെ ഞാൻ ചെന്നപ്പോൾ തന്നെ ട്രെയിൻ തുറന്നായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു ഭാഗ്യം കിട്ടി. എന്തായാലും ഞങ്ങൾ പിന്നെ വീട്ടിൽ ചെന്നിട്ട് ഡ്രസ്സൊക്കെ മാറി സുഖമായിട്ട് കിടന്ന് ഉറങ്ങായിരുന്നു പരിപാടി. വേറെ പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ മുത്തേൻ്റെ വീട്ടിൽ ചെന്നിട്ട് എനിക്ക് വീഡിയോസൊന്നും എടുക്കാനങ്ങനെ പറ്റിയില്ലായിരുന്നു. ഞാൻ മറന്നുപോയി. എപ്പോഴങ്ങനെ ഞാൻ വീഡിയോസൊക്കെ എടുത്താൽ ചില കാര്യങ്ങളൊക്കെ എടുക്കാൻ മറന്നു. പിന്നെ കടയിൽ പോകണമൊക്കെ എടുക്കാൻ ഞാൻ മറന്നുപോയി. പക്ഷേ ഇപ്പോൾ മിക്ക ആൾക്കാർക്ക് അങ്ങനെയാണല്ലേ. അപ്പോൾ ഞാൻ എന്തേ കണ്ടില്ല, ഉറക്കം വന്നിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ചെറിയ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇനി വേറെ കുറേ വീഡിയോസൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ അത്രേ ഉള്ളൂ. ഓക്കെ, എന്തായാലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതൊന്നും മറക്കരുത്. ഓക്കെ, ബായ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും അടുത്ത് എടുക്കണം. ടാറ്റാ.